ഫ്രണ്ട്സ്, ഐ എം ജിൻസൺ ജേക്കബ്. ഇന്ത്യ ഇസ്രായേൽ റിലേഷൻഷിപ്പ് വളരെ ആവേശകരമായിട്ട് പരിണമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതാനും പ്രതിരോധ കരാറുകളാണ് ഇനി വരാനുള്ളതായിട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട 3 പ്രതിരോധ കരാറുകളാണ്. ഒന്ന്, അയൺ ഡോമിന്റെ സാങ്കേതികവിദ്യ ഉൾപ്പെടെ ഇന്ത്യയിൽ നിർമ്മിക്കാനുള്ള ഒരു കരാറ്, അത് അണിയറയിൽ സജീവമായിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ രണ്ടാമതായിട്ട് പ്രതീക്ഷിക്കുന്ന എയർ ടു എയർ മിസൈലുകൾ, അതായത് വിമാനത്തിൽ നിന്ന് യുദ്ധസമയത്ത് മറ്റൊരു ശത്രു വിമാനത്തെ ആക്രമിച്ച് നശിപ്പിക്കാൻ ഉതകുന്ന 100 കിലോമീറ്ററോളം പ്രഹരശേഷിയുള്ള ഒരു സർഫസ് എയർ ടു എയർ മിസൈലിൻ്റെ സാങ്കേതികവിദ്യ ഉൾപ്പെടെ ഇന്ത്യയിൽ തരാമെന്നുള്ള ഒരു കരാറിൽ മിക്കവാറും ഒപ്പിടാനായിട്ട് സാധ്യതയുണ്ട്. അതുപോലെ തന്നെ മൂന്നാമത്തേതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ളത് ഗോൾഡൻ ഹൊറൈസൺ എന്ന് പറയപ്പെടുന്ന 2000 കിലോഗ്രാം ഭാരമുള്ള എയർ ടു സർഫസ് മിസൈൽ, ഒരു ബാലിസ്റ്റിക് മിസൈലാണ്. ഇത് നമുക്ക് തരാമെന്നുള്ള ഒരു കരാറിൽ ഇസ്രായേൽ സമ്മതിച്ചിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിച്ചത്. അത് നമുക്ക് നമ്മുടെ ഇനിയുള്ള ഒരു 5-6 വർഷത്തേക്കുള്ള പ്രതിരോധ ആവശ്യങ്ങൾക്ക് ഉതകുന്ന തരത്തിലാണത് നിർമ്മിക്കുന്നത്. അത് നമുക്ക് ഇന്ത്യയിലെ സുഖോയ് 30 വിമാനങ്ങളിൽ നിന്ന് വിക്ഷേപിക്കുവാനായിട്ട് സാധിക്കും. ഏതാണ്ട് 95 കിലോന്യൂട്ടൺ ത്രസ്റ്റ് ഉത്പാദിപ്പിക്കാൻ സാധിക്കുന്ന വിമാനങ്ങളിൽ നിന്നൊക്കെയാണ് അത് വിക്ഷേപിക്കാൻ സാധിക്കുന്നത്. കാരണം അത് വിക്ഷേപിക്കുന്ന സമയത്ത് വളരെ വലിയൊരു പുഷ് വിമാനത്തിനുണ്ടാകും. ആ പുഷ് താങ്ങാനായിട്ടുള്ള ശേഷി അതിൻ്റെ വിമാനത്തിൻ്റെ എഞ്ചിനുണ്ടായിരിക്കണം. അപ്പോൾ ഇന്ത്യയുടെ സുഖോയ് വിമാനത്തിന് അതിനുള്ള കരുത്തുണ്ടെന്നാണ് ഇസ്രായേലുകാർ തന്നെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇസ്രായേലുകാരുടെ അഭിപ്രായം അനുസരിച്ച് നമ്മുടെ സുഖോയിൽ അത് ഘടിപ്പിക്കാനായിട്ട് സാധിക്കും. അങ്ങനെ സാധിച്ചാൽ തന്നെ അടുത്ത ഒരു 4-5 വർഷത്തേക്കുള്ള ഇന്ത്യയുടെ പ്രതിരോധ ആവശ്യങ്ങൾക്ക് അത് ഉതകുമെന്നുള്ളതാണ് എല്ലാവരും കണക്ക് കൂട്ടുന്നത്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാകിസ്ഥാൻ്റെ എയർ അതിർത്തി കടക്കാതെ തന്നെ ഇന്ത്യൻ വിമാനങ്ങൾക്ക്, സുഖോയ് വിമാനങ്ങൾക്ക് ഇന്ത്യയിൽ നിന്നുകൊണ്ട് തന്നെ പാകിസ്ഥാനിലെ ഏത് നഗരങ്ങൾ വേണമെങ്കിലും ആക്രമിക്കാനും കീഴടക്കുവാനായിട്ടും സാധിക്കും. അതുകൊണ്ട് 6-7 മാക്ക് വേഗതയിലാണ് ഇത് പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് ശബ്ദത്തിൻ്റെ 6-7 ഇരട്ടി വേഗതയിലാണ് ഈ പറയുന്ന ബാലിസ്റ്റിക് മിസൈൽ പാഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് ലോകത്തിൽ അത്രയും വേഗതയിൽ പോകുന്ന ഒരു മിസൈൽ, വിമാനത്തിൽ നിന്ന് എടുക്കാവുന്ന മിസൈലിനെ തകർക്കാൻ പറ്റുന്ന സാങ്കേതികവിദ്യ ലോകത്തൊരിടത്തും ഇല്ലെന്നുള്ളതാണ് അറിയുവാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഒരു 5-6 വർഷത്തേക്കൊരു 5ാം തലമുറ യുദ്ധവിമാനം നമുക്കില്ലെങ്കിൽ പോലും നമുക്ക് തീർച്ചയായിട്ടും പാകിസ്ഥാനെ തടഞ്ഞു നിർത്തുവാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഇന്നിപ്പോൾ ധാരാളം എയർബേസുകൾ നമുക്ക് ചൈനീസ് ബോർഡറിലൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ നമുക്ക് സുഖമായി ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ചൈനയുടെ ഒരു പകുതി സ്ഥലങ്ങളെങ്കിലും നമ്മുടെ ആക്രമണ പരിധിക്കുള്ളിലാക്കുവാനായിട്ട് സാധിക്കും. ഇതൊരു വലിയ അഡ്വാൻസ് ആണ് ഇന്ത്യൻ വ്യോമസേനയ്ക്ക് നൽകുന്നത്.